ഹായ് അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പം നമുക്കിത് ബ്രെഡ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പം നമ്മുടെ മക്കൾക്കും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പം മക്കൾ ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലല്ലോ, അപ്പോൾ അവർക്ക് ഉച്ചരിയുമ്പോഴും ഒക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ അവർക്ക് ഇങ്ങനെ എടുത്ത് കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ലേ. അപ്പോൾ നമുക്ക് ആ സമയത്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ ഇത് നമുക്ക് പുറമേ നല്ല ഒരു ക്രിസ്പായിട്ടുള്ളതാണ് കേട്ടോ. കണ്ടില്ല, പുറമേ നല്ല മൊരിഞ്ഞിട്ടുള്ളതാണ്, ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുമാണ് കേട്ടോ. അപ്പോൾ ബ്രെഡ് വെച്ചിട്ടുള്ള ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എത്രത്തോളം വേണച്ചാൽ അതിനനുസരിച്ച് ബ്രെഡ് എടുത്താൽ മതി. അപ്പൊ ഞാനൊരു 9 ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 9 ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ആ മേലെ ഉണ്ടാവുമല്ലോ ബ്രെഡിൻ്റെ, അപ്പോൾ അതും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടി ഉണ്ടെങ്കിൽ 10 ബ്രെഡ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണമെച്ചെങ്കിൽ അതിനനുസരിച്ച് മതി. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 3/4 കപ്പ് തേങ്ങയാണ്. അപ്പോൾ തേങ്ങ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങയുടെ അളവ് വേണമെങ്കിൽ ഒന്ന് കൂട്ടി കൊടുക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഈ ഒരു ബ്രെഡ് നമുക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കണം. നമുക്ക് പെട്ടെന്ന് നല്ലവണ്ണം ഒന്ന് പൊടിഞ്ഞ് കിട്ടാനും അരിഞ്ഞ് കിട്ടാനും വേണ്ടിയിട്ടാട്ടോ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ബ്രെഡൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ എടുത്ത ബ്രെഡ് ഈ ഒരു മിക്സിയുടെ ജാറിൽ നല്ല ഫുള്ളായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം തേങ്ങയൊക്കെ കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പം പെട്ടെന്ന് അടിഞ്ഞ് കിട്ടൂല. അപ്പം ഞാൻ ആ മിക്സിയുടെ ജാറൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളുടെ ഏറ്റവും വലിയ ജാറിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുകയാണ്. അപ്പം ഒന്നുകിൽ അത് 2 തവണ ആയിട്ട് അടിച്ചാൽ മതി, അല്ലെങ്കിൽ ഇതുപോലെ വലിയ ജാറിലിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ചിരകി വെച്ചിട്ടുള്ള ഒരു തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇടുക. അപ്പോൾ മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനാണ്. ഒരു 5-6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ അതിലേക്ക് ചെറിയൊരു ഫ്ലേവർ കിട്ടാനാ ഒരു 3/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം അതിങ്ങനെ കറങ്ങി വരുമ്പോൾ നല്ലോണം അത് സെറ്റായിട്ട് വന്നോളും. കണ്ടോ, തേങ്ങയും അതുപോലെ തന്നെ ആ ബ്രെഡും ഒക്കെ നന്നായിട്ട് തന്നെ പൊടിഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തൊന്ന് ഒതുക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ബോൾസ് ആക്കി എടുക്കാനാണ്. അപ്പോൾ അതാ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് ഒതുക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആവശ്യാനുസരണം ഇത് ബോൾസ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ നമുക്ക് എത്രത്തോളം വലുപ്പത്തിൽ വേണച്ചാൽ അതിനനുസരിച്ചിട്ട് ബോൾസ് ആക്കിയാൽ മതി. പിന്നെ ഒത്തിരി ഓവർ വലുപ്പത്തിൽ ചെയ്യണ്ട കേട്ടോ. അപ്പോൾ ഇതിലും കുറച്ച് ചെറുതായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒത്തിരി വലിയ ബോൾസ് ആക്കിയിട്ട് എടുക്കണ്ട. അപ്പം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത് കുറച്ച് ഉൾഭാഗമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് കിട്ടും കേട്ടോ. പിന്നെ നമുക്കിത് ഒത്തിരി കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാത്തത് തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഇതുപോലെ ബോൾസ് ആക്കി എടുക്കുക. ഒന്നിങ്ങനെ ഒന്ന് ടൈറ്റാക്കി പിടിച്ചിട്ട് ഒന്ന് ബോൾസ് ആക്കി എടുക്കുക. അപ്പോൾ നമുക്ക് ഒരു ബാറ്ററി, ഒരു മാവ് കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നല്ല മൊരിഞ്ഞിട്ടും കിട്ടും കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, ഇതുപോലെ ബോൾസ് ആക്കി എടുക്കുക കേട്ടോ. അപ്പം ഞാനിത് മുഴുവനും ഒന്ന് ബോൾസ് ആക്കി എടുക്കട്ടെ. കയ്യിൽ ഒട്ടിപ്പിടിക്കുമ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ നെയ്യോ ഒക്കെ കയ്യിൽ തടവിയതിന് ശേഷം ബോൾസ് ആക്കി കൊടുത്താലും മതി കേട്ടോ. അപ്പൊ ഞാൻ മുഴുവനും അതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് കണ്ടല്ലോ. അപ്പോൾ ചിലതൊക്കെ വലുത്, കുറച്ചൊക്കെ ചെറുത്, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പൊ അതൊന്നും കാര്യമാക്കണ്ട. അപ്പൊ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിപ്പോ ചൂടായിട്ടുണ്ടാവും. അപ്പൊ ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഇതാ എണ്ണയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് എണ്ണ കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ കുറച്ചും കൂടെ കൂട്ടിയിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു ബോൾസ് അതിലിട്ട് കൊടുക്കുമ്പോൾ മുങ്ങുന്ന രീതിയിൽ ഉണ്ടാവുമല്ലോ എണ്ണ, ആ രീതിക്കാണ് നിങ്ങൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് വെച്ചെങ്കിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട്
ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ അതിന് മുങ്ങുന്ന രീതിയിലുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാത്തതിൻ്റെ പേരിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കണ്ട ഒരു ഭാഗം മാത്രം നമുക്ക് എണ്ണയിൽ മുങ്ങി നിൽക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ഭാഗം ആയാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ നമുക്ക് ഓരോ വശവും ഇപ്പം മൊരിഞ്ഞ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ വശത്തും നമുക്ക് മാറ്റി മാറ്റി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ വളരെ സാവധാനം തന്നെ മറിച്ചിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം, കാരണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബോളാണ്. അപ്പോൾ കണ്ടല്ലോ ഇതുപോലെ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ എണ്ണയാണെങ്കിൽ ഇതിൻ്റെ ആവശ്യം ഇത്രയും എന്താ പറയുക ഇത്ര സമയം വെക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. ഫുള്ള് നമുക്ക് ആ എണ്ണയിൽ മുങ്ങുന്നുണ്ടെങ്കിൽ അത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് എണ്ണയിൽ ഇട്ട പാട് തന്നെ അത് നമുക്ക് പുറമെ നല്ല മൊരിഞ്ഞ് കിട്ടും കേട്ടോ. അത് എണ്ണയിലൊന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്ത് അത് അപ്പം തന്നെ ഫ്രൈ ചെയ്ത് കോരാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തത് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനിതാ ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ എത്രത്തോളം മൊരിഞ്ഞ് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്താൽ മതി. പിന്നെ ബ്രെഡാണ്, ഒത്തിരി സമയമൊന്നും മൊരിപ്പിച്ചെടുക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇട്ടത് എടുത്തിട്ടുണ്ട്, ഇനി അടുത്തത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എണ്ണ കുറവായതിൻ്റെ പേരിൽ കുറച്ച് തന്നെ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കത് മൊരിഞ്ഞ് കിട്ടാത്ത സൈഡ് ഉണ്ടാവുമല്ലോ, ആ ഒരു സൈഡൊക്കെ നമുക്ക് എണ്ണയിലേക്ക് തിരിച്ച് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് എല്ലാ ഭാഗവും നമുക്ക് മൊരിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ രണ്ടാം ബ്രഷ് ഇട്ട് കൊടുത്തതും ആയിട്ടുണ്ട്. അപ്പോൾ അതും കോരി മാറ്റാണ് കേട്ടോ. പിന്നെ നമ്മളിത് കുക്ക് ചെയ്യേണ്ട ആവശ്യം, ഒരുപാട് കുക്ക് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കേണ്ട ഇല്ല. കാരണം ബ്രെഡ് ആയിരുന്നാലും തേങ്ങ ആയിരുന്നാലും നമുക്ക് കുക്ക് ചെയ്യാതെ കഴിക്കുന്ന സാധനങ്ങളല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉൾഭാഗം വല്ലാതെ കുക്ക് ചെയ്ത് കിട്ടണം അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. നമ്മളിതിൽ മാവും പൊടികളൊന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പം അതിൻ്റെ പേരിൽ അപ്പം ഇതിന് പുറമെ നമുക്കൊരു കോട്ടിങ് പോലെ ഇങ്ങനെ കിട്ടണം. അതിന് വേണ്ടിയിട്ടാട്ടോ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തത്. മുഴുവനും ഫ്രൈ ചെയ്യട്ടെ. അപ്പം അത് ഞാൻ മുഴുവനും ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മളെ ബ്രെഡ് വെച്ചിട്ടുള്ള നല്ല അടിപൊളി മധുരമുള്ള ഒരു പലഹാരമാണ് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടി മറന്നു പോവല്ലേ കേട്ടോ. നമ്മളെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കിയിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തും കൂടെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ബ്രെഡ് വെച്ചിട്ടുള്ള നല്ല ക്രിസ്പായിട്ടും അത് പുറമേ നല്ല ക്രിസ്പായിട്ടും അതുപോലെ തന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കുക കേട്ടോ. നമ്മുടെ മക്കൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരം തന്നെയാണ് കേട്ടോ. കുറച്ച് മധുരം ഒക്കെ ആയിട്ട്. അപ്പോൾ മധുരം നമ്മുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് കൂട്ടിയിട്ടും കുറച്ചിട്ടും ഒക്കെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കണം കേട്ടോ. കണ്ടല്ലോ, അതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആണ്. കണ്ടോ, പുറമേ നല്ല മൊരിഞ്ഞ രീതിയിലാണ് കേട്ടോ ഇരിക്കുന്നത്. നല്ലതിൽ തേങ്ങേൻ്റെ അളവ് നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂട്ടി കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇത് കഴിക്കുമ്പോൾ നമുക്ക് ആ തേങ്ങയൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു റെസിപ്പി വീഡിയോ ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.